Hello everyone, this is Dishya Sunil and welcome back to my channel. And this video is about how was my NET counseling in the year of 2023. ആ ടൈമിലത്തെ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. സോ ബേസിക്കലി എനിക്ക് എൻ്റെ ബാച്ചിന് ഐ തിങ്ക് 7 റൗണ്ട്സ് ഓഫ് അലോട്ട്മെൻറ്റ്സ് ഉണ്ടായിരുന്നു, സീറ്റ് അലോട്ട്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. സോ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂൺ ഫസ്റ്റ് വീക്കൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ ആ ടൈമിൽ എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയത് ഭോപ്പാൽ ക്യാമ്പസ് ആയിരുന്നു. എനിക്ക് അപ്ഗ്രേഡ് ചെയ്ത് പോകണം. ഭോപ്പാൽ കഴിഞ്ഞിട്ട് ഞാൻ മേലെ എനിക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അപ്ഗ്രേഡ് ചെയ്ത് പോകണമെന്നുണ്ടായിരുന്നു. സോ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് സീറ്റ് അക്സെപ്റ്റ് ചെയ്യാം. ഫീ പേ ചെയ്തിട്ട് ഫസ്റ്റ് സെമ്മിൻ്റെ ഫുൾ ഫീ പേ ചെയ്തിട്ട് സീറ്റ് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ഓപ്ഷൻസ് വരും. ഫീസ്, സ്ലൈഡ്, ഫ്ലോട്ട്. അപ്പോൾ ആഫ്റ്റർ പേയ്മെൻറ്റ് ഓഫ് ഫീസ് മാത്രമാണ് നമുക്ക് ഈ 3 ഓപ്ഷൻസ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഫീസ് പേ ചെയ്തിട്ട് നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് കൊടുത്തു, അപ്ഗ്രേഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. അങ്ങനെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞൊരു 1 വീക്ക് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നത്. അങ്ങനെ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് ഒന്ന് അലോട്ട്മെൻറ്റ് ലെറ്ററും പിന്നെ അതേപോലെ ഫീ അക്സെപ്റ്റൻസ് ആയിട്ടുള്ള ഒരു ഐക്കണാണ്. ഫീസ് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മറ്റേ 3 ഓപ്ഷൻസ് കാണുള്ളൂ. അതായത് ഫീസ്, സ്ലൈഡ്, ഫ്ലോട്ട്, ഈ 3 ഓപ്ഷൻസ് കാണുള്ളൂ. അപ്പോൾ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഫസ്റ്റ് സെമ്മിൻ്റെ ഫുൾ ഫീ നമ്മൾ പേ ചെയ്യണം. അങ്ങനെയാണ് സീറ്റ് അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഫീ പേ ചെയ്തിട്ട് സീറ്റ് അക്സെപ്റ്റ് ചെയ്തു. ദെൻ അവിടെ 3 ഓപ്ഷൻസ് വിസിബിൾ ആയിരുന്നു: ഫീസ്, ഫ്ലോട്ട്, സ്ലൈഡ്. സോ ഐ വെൻറ്റ് ഫോർ അപ്ഗ്രേഡ് ഓപ്ഷൻ. ഞാൻ ഫ്ലോട്ട് ചെയ്യാം എന്നുള്ള ഓപ്ഷനാണ് ചെയ്തത്. അങ്ങനെ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഒരു സെക്കൻഡ് വീക്ക്, ജൂൺ സെക്കൻഡ് വീക്ക്, ഇത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂൺ ഫസ്റ്റ് വീക്കൊക്കെ വന്നു. നെക്സ്റ്റ് വീക്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു. അതായത് നമുക്ക് ഫീസ് പേ ഒക്കെ ചെയ്യാനുള്ളതുകൊണ്ട് ഐ തിങ്ക് കുറച്ച് ടൈം തന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരാൻ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡേറ്റ് തരും, ഒരു പർട്ടിക്കുലർ ടൈം തരും. ആ ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ ഫീസ് അക്സെപ്റ്റ് ചെയ്യണം, ഫീസ് പേ ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ എല്ലാ ഫീസാണോ, സ്ലൈഡ് ചെയ്യണോ, അപ്ഗ്രേഡ് ചെയ്യണോ, ഏതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യണം ഈ ഒരു പർട്ടിക്കുലർ ടൈം അവർ തന്ന ഡേറ്റിൻ്റെ ഉള്ളിൽ. ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് എങ്ങോട്ട് പോകുക വെച്ചാൽ ഫ്രോസൺ, അത് ഫ്രീസ് ആയിട്ടുണ്ടാവും. നമുക്ക് കിട്ടിയ അഡ്മിഷൻ, നമുക്ക് കിട്ടിയ സീറ്റ് ഫ്രീസ് ആയിട്ടുണ്ടാവും ഓട്ടോമാറ്റിക്കലി. അതാണ് ഉണ്ടാവും. അല്ല നമ്മളിപ്പോൾ ഫീസ് പേ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ അഡ്മിഷൻ തന്നെ അവിടെ ക്യാൻസൽ ആയി പോയിട്ടുണ്ടാവും. നമുക്കിനി ഫർദർ പ്രോസസ്സിനൊന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫീ പേ ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ പിന്നെ നമ്മൾ അപ്ഗ്രേഡ്, ഫ്ലോട്ട്, സ്ലൈഡ് ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുക, അതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഫ്രീസ് ആയി പോകും നമുക്ക് കിട്ടിയ സീറ്റ്. അപ്പോൾ നമുക്ക് പിന്നീട് അപ്ഗ്രേഡ് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇറ്റ് വാസ് ഇൻ സെക്കൻഡ് വീക്ക് ഓഫ് ജൂൺ. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ചേഞ്ച് ആയി. എനിക്ക് ഭുവനേശ്വർ ക്യാമ്പസാണ് കിട്ടിയത്. അങ്ങനെ ഭുവനേശ്വർ ക്യാമ്പസ് കിട്ടി. അപ്പോഴും എനിക്ക് അതിൻ്റെ മേലെയും, അതായത് ഭോപ്പാലിന് ഐ തിങ്ക് 4 ഓപ്ഷൻസ് മേലെ കയറിയിട്ടാണ് ഭുവനേശ്വർ കിട്ടിയത്. കണ്ണൂരൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഭുവനേശ്വർ മേലെ കിടക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഭുവനേശ്വർ കിട്ടിയത്. അപ്പോൾ ഞാൻ വെച്ചു ഓക്കെ, ആഫ്റ്റർ സെക്കൻഡ് അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റിലും ചിലപ്പോൾ ചേഞ്ച് ഉണ്ടാകുമ്പോൾ വിചാരിച്ചാൽ വീണ്ടും സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് അപ്ഗ്രേഡ് ചെയ്യാൻ ഞാൻ കൊടുത്തു. അതായത് ഫ്ലോട്ട് തന്നെ ചെയ്തു. ദെൻ ഓൺ തേർഡ് അലോട്ട്മെൻറ്റ് എനിക്ക് സെയിം തന്നെ കിട്ടി, ഭുവനേശ്വർ തന്നെ കിട്ടിയത്. നോ ചേഞ്ച്, ദർ വാസ് നോ ചേഞ്ച്. അപ്പോൾ ഞാൻ വീണ്ടും പിന്നെ തേർഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ കൂടി ഉണ്ടായിരുന്നു, ദിസ് ഇസ് ദി ലാസ്റ്റ് റൗണ്ട് എന്നുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അപ്പോൾ ഇനി റൗണ്ട്സ് ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഫ്രീസ് ചെയ്യണമെങ്കിൽ ഫ്രീസ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഫ്രീസ് ആവും എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഫ്രീസ് ചെയ്തു, അതാണ് ഉണ്ടായത്. അങ്ങനെ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീസ് ചെയ്യുമ്പോൾ നമുക്ക് ഐ തിങ്ക് നമ്മൾ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്മിഷൻ ലെറ്ററും അതേപോലെ തന്നെ നമുക്കൊരു അഡ്മിഷൻ ലെറ്ററും കിട്ടും. അതുപോലെ നമുക്ക് അവരുടെ നമുക്ക് ഏത് ക്യാമ്പസിൽ നിന്നാണോ സീറ്റ് കിട്ടിയേക്കുന്നത് ആ ക്യാമ്പസിൻ്റെ 3 കോൺടാക്ട് നമ്പർ എനിക്ക് കിട്ടിയാണ് ഭുവനേശ്വർ ക്യാമ്പസ്. അതേപോലെ പിന്നെ അവർ ഹോസ്റ്റൽ ഫീ പേ ചെയ്യണമെങ്കിൽ എന്നല്ല, നമുക്ക് ഹോസ്റ്റൽ വേണമെന്നുണ്ടെങ്കിൽ ഹോസ്റ്റൽ ഫീ പേ ചെയ്യണം. അതിനൊരു ടൈം ലിമിറ്റ് അവർ തന്നിട്ടുണ്ട്, ഒരു ഡേറ്റ് തന്നിട്ടുണ്ട്. അതും പേ ചെയ്യണമായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല, ഹോസ്റ്റൽ നമുക്ക് അപ്പം തന്നെ ബുക്ക് ചെയ്യണമായിരുന്നു. അങ്ങനെയാണ് ഭുവനേശ്വർ ക്യാമ്പസിൻ്റെ ഇത്. ഇനി വേറെ ക്യാമ്പസിൽ ഐ ഡോണ്ട് തിങ്ക് സോ, അവർക്ക് അവിടെ പോയിട്ട് ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞത്. അല്ലെങ്കിൽ കണ്ണൂരിലൊക്കെ അവിടെ പോയിട്ട് ചെയ്യലായിരുന്നു. പിന്നെ തേർഡ് അലോട്ട്മെൻറ്റ് ചെയ്ത് ഫീസൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു നോട്ടിഫിക്കേഷൻ വന്നത്, ഇനിയും റൗണ്ട് ഉണ്ട്, 4th റൗണ്ട് ഉണ്ട്. അതായത് സീറ്റ് വേക്കൻ്റ് ആണ്, അപ്പോൾ അതുകൊണ്ട് 4th റൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ അതായത് ഇപ്പോൾ ഈ ഫ്രീസ് ചെയ്ത ആൾക്കാർക്ക് ആർക്കെങ്കിലും അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അൺഫ്രീസ് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ കൂടി വന്നു. അങ്ങനെ ഒരു ഗൂഗിൾ ഫോം ഷെയർ ചെയ്തായിരുന്നു. ആ ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺഫ്രീസ് ചെയ്യാൻ പറ്റും. അൺഫ്രീസ് ചെയ്തിട്ട് ഞാൻ അഗെയിൻ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലോട്ട് ഓപ്ഷൻ കൊടുത്തു. ഫ്ലോട്ട് ഓപ്ഷൻ കൊടുത്തിട്ട് പിന്നെ 4th അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. എന്നിട്ട് 4th അലോട്ട്മെൻറ്റ് വന്നു. അപ്പോഴും എനിക്ക് ചേഞ്ച് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 4th അലോട്ട്മെൻറ്റിൽ എങ്ങാനും ആരെങ്കിലും അപ്ഗ്രേഡ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഹോസ്റ്റൽ ഫീ മുന്നേ നമ്മൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റീഫണ്ട് ആകുമായിരുന്നു, അപ്ഗ്രേഡ് ആയിട്ടുണ്ടെങ്കിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ ദാറ്റ് ക്യാമ്പസ് ഇറ്റ്സെൽഫ് നമുക്ക് തേർഡ് അലോട്ട്മെൻറ്റ് വരെ ഏത് ക്യാമ്പസ് ആയിരുന്നോ അത് ആ ക്യാമ്പസിൽ തന്നെ നമ്മൾ പോകണം. അപ്ഗ്രേഡ് ആയിട്ടുണ്ട്, 4th അലോട്ട്മെൻറ്റിൽ അപ്ഗ്രേഡ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹോസ്റ്റൽ ഫീ റീഫണ്ട് വരുമായിരുന്നു. കാരണം ഓരോ ക്യാമ്പസിലും ഡിഫറെൻറ്റ് ഫീ ആണ് ഹോസ്റ്റലിന്. അത് കഴിഞ്ഞ് 4th അലോട്ട്മെൻറ്റിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു ചേഞ്ച് ഉണ്ടായിരുന്നില്ല.
പിന്നെ അവർ പ്രോപ്പറായിട്ടൊരു ഇൻഫോർമേഷൻ തരുന്നുണ്ടായിരുന്നില്ല നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് ഉണ്ടോ ഇല്ലേ അങ്ങനെയൊന്നും തരണം. സോ ലൈക്ക് ഞാൻ വിചാരിച്ചു ഇതന്നെ ആവും ഉണ്ടാവുക, ഇത്രയേ ഉള്ളൂ അലോട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ ഞാൻ അത് അഗെയിൻ ഫ്രീസ് ചെയ്തു. അതുണ്ടായി. ബട്ട് പിന്നെ അലോട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു, അതായത് 5th അലോട്ട്മെൻറ്റും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കില്ല. ഫോർ മീ ദർ വാസ് നോ 5th അലോട്ട്മെൻറ്റ്, കാരണം ഞാൻ ഓൾറെഡി ഫ്രീസ് ചെയ്ത് ഭുവനേശ്വർ ഫിക്സ് ആക്കി. പിന്നെ അത് കഴിഞ്ഞ് 6th അലോട്ട്മെൻറ്റും ഉണ്ടായിരുന്നു. 6th അലോട്ട്മെൻറ്റ് ഒരു ജൂലൈ മിഡൊക്കെ ആകുമ്പോൾ ഉണ്ടായിരുന്നു. മിഡല്ല, അതിന് മുന്നേ ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 7th അലോട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ സീറ്റ് അലോട്ട്മെൻറ്റ്സിൻ്റെ ഒരു സ്ട്രക്ചർ. എൻ്റെ കാര്യം ഞാൻ 4th അലോട്ട്മെൻറ്റിൽ തന്നെ ഫ്രീസ് ചെയ്തായിരുന്നു. സോ എനിക്ക് ബാക്കി അലോട്ട്മെൻറ്റ്സിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ദർ ഇസ് എ ചാൻസ് ലൈക്ക് ഇത്രയും 7 അലോട്ട്മെൻറ്റ്സ് ഉണ്ടായിരുന്നു, പ്ലസ് ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു എൻ്റെ ബാച്ചിൽ. പിന്നെ ഹോസ്റ്റൽ ഫീയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവരൊരു ടൈം ഇടയിൽ ഈ അലോട്ട്മെൻറ്റ്സിൻ്റെ ഒരു ഇടയിൽ നമ്മൾ ഫ്രീസ് ചെയ്ത്, ഐ തിങ്ക് ആഫ്റ്റർ ഫ്രീസ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഓപ്ഷൻ വരും ഹോസ്റ്റൽ ഫീയുടെ കാര്യത്തിന് ബുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ അതും ഇതേപോലെ ഫീസ് പേ ചെയ്തിട്ട് വേണം ബുക്ക് ചെയ്യാൻ. അത് വാരീസ് ഫ്രം ക്യാമ്പസ് ടു ക്യാമ്പസ്. ഇപ്പോൾ എൻ്റെ ക്യാമ്പസിൽ ഭുവനേശ്വർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫീ പേ ചെയ്യണം. ഹോസ്റ്റൽ ഫീക്ക് ഇതേപോലെ ഒരു പർട്ടിക്കുലർ ടൈം ലിമിറ്റ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ പേ ചെയ്യണം, എന്നാലും നമുക്ക് ഹോസ്റ്റൽ ബുക്ക് ആവുള്ളൂ. അത് കഴിഞ്ഞാൽ റൂം അലോട്ട്മെൻറ്റ് നമ്മൾ അഡ്മിഷന് പോയി കഴിഞ്ഞാൽ ആ ടൈമിലാണ് ഉണ്ടാവുക. ബട്ട് വി ഹാവ് ടു ബുക്ക്, അതുകൊണ്ട് നമ്മൾ മുൻകൂട്ടി തന്നെ പേ ചെയ്ത് വെക്കണമായിരുന്നു. ആൻഡ് ഭുവനേശ്വർ ക്യാമ്പസിൽ ആ ടൈമിൽ 53,000 എങ്ങാണ്ടായിരുന്നു 1 per year ഉണ്ടായിരുന്നത്. അതിലത്തെ ഐ തിങ്ക് 10,000 എങ്ങാണ്ട് സെക്യൂരിറ്റി ഡെപ്പോസിറ്റാണ്, നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് കിട്ടും. ഇനി മെസ്സ് ഫീ എക്സ്ട്രാ ആണ്. ഭുവനേശ്വർ ക്യാമ്പസിൻ്റെ കാര്യം പറയുമ്പോൾ മെസ് ഫീ സെപ്പറേറ്റ് നമ്മൾ കൊടുക്കണം. എൻ്റെ ടൈമിൽ ഇറ്റ് വാസ് 4,000 5,000 അറൗണ്ട് തന്നെ ഉണ്ടായിരുന്നുള്ളൂ മെസ് ഫീ എക്സ്ട്രാ കൊടുക്കണം നമ്മൾ. ആൻഡ് ഇപ്പോൾ വേറെ ക്യാമ്പസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കണ്ണൂരിൻ്റെ കാര്യം, അവിടെ പോയിട്ട് അവർ പേ ചെയ്തിട്ട് അങ്ങനെ അലോട്ട് ചെയ്യുക, റൂം അലോട്ട് ചെയ്യുക. അന്ന് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോകണം, അന്ന് പോയിട്ട് ഫീ പേ ചെയ്താൽ മതി. അങ്ങനെയായിരുന്നു കണ്ണൂർ ക്യാമ്പസ്. അതുപോലെ ഓരോ ക്യാമ്പസിനും ഡിഫർ ചെയ്യും, അതുപോലെ ഫീയും ഡിഫർ ചെയ്യും, എമൗണ്ട് ഡിഫർ ചെയ്യും ഓരോ ക്യാമ്പസ് അനുസരിച്ചിട്ട്. അപ്പം ഭുവനേശ്വറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫീ പേ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്തിട്ട് മെയിൽ ചെയ്യണമായിരുന്നു. ഒരു അനക്ഷർ ഉണ്ടായിരുന്നു, ആ അനക്ഷർ ഫില്ല് ചെയ്തതിന് ശേഷം അത് നമ്മൾ മെയിൽ ചെയ്യണമായിരുന്നു. അവരൊരു മെയിൽ ID പ്രൊവൈഡ് ചെയ്തായിരുന്നു. അതും മെയിൽ ചെയ്താലാണ് നമുക്ക് ഓക്കെ സീറ്റ് അവർ ഹോസ്റ്റലിലത്തെ ഒരു റൂം നമുക്ക് ബുക്ക് ആക്കാൻ പറ്റുള്ളൂ. ദെൻ ആഫ്റ്റർ ഗോയിങ് ഫോർ ദി ലൈക്ക് ഇനി അഡ്മിഷന് പോയ ടൈമിൽ ആ ഡേ ആയിരുന്നു ഞങ്ങൾക്ക് റൂം അലോട്ട് ചെയ്തത്. നമ്മൾ അവിടെ പോയി നിന്ന് അവർ ഓരോ റൂം ഓരോരുത്തർക്കായിട്ട് അലോട്ട് ചെയ്യായിരുന്നു അന്ന്. പിന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ്സിൻ്റെ ഇടയിൽ തന്നെ അവരൊരു ഡേറ്റ് തരും നമുക്ക് വിഡ്രോ ചെയ്യാൻ, അഡ്മിഷൻ വിഡ്രോ ചെയ്യാനുള്ളത്. അതായത് ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു, നമുക്ക് സീറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഫീ പേ ചെയ്തിട്ട് സീറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ ഇപ്പോൾ നമുക്ക് സീറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ചിലപ്പോൾ അവർക്ക് സീറ്റ് കിട്ടിച്ചാൽ അവർ പേ ചെയ്തിട്ട് സീറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇടയിൽ ഇവരൊരു ഓപ്ഷൻ തന്നെയുണ്ട് വിഡ്രോ ചെയ്യാൻ, അഡ്മിഷൻ വിഡ്രോ ചെയ്യാൻ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ പേ ചെയ്ത നമ്മൾ അഡ്മിഷൻ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡേറ്റ് തന്നിട്ടുണ്ട്. ആ ഡേറ്റിനുള്ളിൽ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ 9,000 സംതിങ് അവർ റെഡ്യൂസ് ചെയ്തിട്ട്, അതായത് അത് രജിസ്ട്രേഷൻ ഫീ ആയിട്ട് അവർ കൺസിഡർ ചെയ്ത് അത് റെഡ്യൂസ് ചെയ്തിട്ട് ബാക്കി ഫീസ് നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും. ഇല്ല നമ്മൾ ആ ഡേറ്റ് കഴിഞ്ഞ ശേഷമാണ് അഡ്മിഷൻ വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ടുള്ള 12,000 സംതിങ് എങ്ങാണ്ട് കിട്ടുള്ളൂ. ആൻഡ് പിന്നെ അങ്ങനെ സീറ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് ഒരു ഐ തിങ്ക് ജൂലൈ ലാസ്റ്റ് വരെ ഒരു ലാസ്റ്റ് ഡേ വരെ, ജൂലൈ ലാസ്റ്റ് വരെ സീറ്റ് അലോട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ജൂലൈ ഒരു 26-നായിരുന്നു എൻ്റെ അഡ്മിഷൻ. എൻ്റെ ബാച്ചിൻ്റെ അഡ്മിഷൻ ജൂലൈ 26-നായിരുന്നു. അതുവരെയും ഇതേപോലെ സീറ്റ് അലോട്ട്മെൻറ്റ്സിനാണ് പറഞ്ഞ പോലെ എനിക്ക് 7 അലോട്ട്മെൻറ്റ്സിനായിരുന്നു എൻ്റെ ബാച്ചിന്. അതുപോലെ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് സ്പോട്ട് അലോട്ട്മെൻറ്റും ഉണ്ട്. ആൻഡ് അത് കഴിഞ്ഞ് നമുക്ക് ക്ലാസ് തുടങ്ങിയത്, അതായത് അഡ്മിഷൻ ഉണ്ടായിരുന്നത് 26-നായിരുന്നു. ആൻഡ് 3 days ദർ വാസ് ഓറിയൻറ്റേഷൻ, പിന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ജേണി, മിഫ് കൗൺസിലിങ്ങിൻ്റെ ജേണി ഇതായിരുന്നു. അതായത് നമുക്ക് ഏത് അലോട്ട്മെൻറ്റ്, ഏത് സീറ്റ് കിട്ടിയാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നമുക്കിപ്പോൾ നമുക്കിപ്പോൾ അലോട്ട്മെൻറ്റിൽ വല്ല സീറ്റും കിട്ടിക്കഴിഞ്ഞു വെച്ചാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യണം, നെഫ്റ്റ് വേണം കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫീ പേ ചെയ്തിട്ട് അക്സെപ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ സീറ്റ് പോകും, അവർ നമ്മൾ പിന്നെ ബാക്കി അഡ്മിഷൻ പ്രോസസ്സൊന്നും അവർ കൺസിഡർ ചെയ്യില്ല നമ്മൾ ഫീ പേ ചെയ്തിട്ടില്ല. അങ്ങനെ ഫീ പേ ചെയ്തിട്ടാണ് നമ്മൾ സീറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് പിന്നീടാണ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യാനോ സ്ലൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുള്ളൂ. സോ അത് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ അഡ്മിഷൻ ഈ ഇടയ്ക്ക് വെച്ച് ആർക്കെങ്കിലും വിഡ്രോ ചെയ്യണം, നിഫ്റ്റ് താല്പര്യം ഇല്ലാന്ന് വെച്ച് ബാക്കൗട്ട് ചെയ്ത് പോകുന്നവരാണെങ്കിൽ ആ ഡേറ്റിൻ്റെ ഉള്ളിൽ തന്നെ വിഡ്രോ ചെയ്യുക. അതർവൈസ് യു വിൽ ഗെറ്റ് ഓൺലി 12,000. ദെൻ
ഹോസ്റ്റൽ ഫീയുടെ കാര്യം, ഹോസ്റ്റലിൻ്റെ ബുക്കിംഗ് അത് ഡിഫറെൻ്റ് ആണ്. ഓരോ ക്യാമ്പസിനും വേറെ വേറെ ആണ്. ഹോസ്റ്റൽ ഫീ എമൗണ്ടും വേറെയാണ്, അതുപോലെ തന്നെ അവരുടെ പ്രോസസ്സും വേറെയാണ്. ചിലർക്ക് അവിടെ പോയിട്ട് അഡ്മിഷൻ്റെ അന്ന് പോയിട്ടാണ് ഫീ പേ ചെയ്തിട്ട് ഹോസ്റ്റൽ റൂം എടുക്കേണ്ടുള്ളൂ. ബട്ട് ഫോർ മീ ഇറ്റ് വാസ് ലൈക്ക് ബുക്ക് ചെയ്യണമായിരുന്നു മുൻകൂട്ടിയിട്ട്, ഈ പേ ചെയ്തിട്ട് ഫീ പേ ചെയ്തിട്ട് അതിനൊരു ടൈം ലിമിറ്റ് തന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ബുക്ക് ചെയ്യണം, പേ ചെയ്തിട്ട് ഹോസ്റ്റൽ ഫീ പേ ചെയ്തിട്ട്. എന്നിട്ട് പിന്നെ അന്ന് അഡ്മിഷൻ്റെ അന്ന് പോയിട്ട് നമുക്ക് ഇത് റൂം അലോട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്. ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു നിഫ്റ്റ് കൗൺസിലിങ്ങിൻ്റെ ഒരു ജേർണി. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഹൗ ഇറ്റ് വർക്ക്സ്, ലൈക്ക് എങ്ങനെയാണ് അലോട്ട്മെൻറ്റ്സ് ഉണ്ടാവുക. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അവർ മുൻകൂട്ടി പറയുകയൊന്നും ചെയ്യില്ല ഇത്ര അലോട്ട്മെൻറ്റ്സ് ഉണ്ടെന്നും. നെക്സ്റ്റ് അലോട്ട്മെൻറ്റ്, ഇപ്പോൾ ലാസ്റ്റ് അലോട്ട്മെൻറ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, തേർഡ് അലോട്ട്മെൻറ്റ് എനിക്ക് വന്ന ടൈമിലാണ് അവർ പറഞ്ഞത് നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞ് ക്ലോസ് ആക്കി. ബട്ട് അഗെയിൻ അവർ അലോട്ട്മെൻറ്റ് വെച്ചു. അപ്പോൾ അവർ അൺഫ്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നു. അങ്ങനെ നമ്മൾ അൺഫ്രീസ് ചെയ്തിട്ട് ഫോർത്ത് അലോട്ട്മെൻറ്റിലും പോയി. സോ നമുക്ക് പറയാൻ പറ്റില്ല എത്ര അലോട്ട്മെൻറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന. പിന്നെ മാക്സിമം നമ്പർ ഓഫ് അപ്ഗ്രേഡ് ചെയ്യുക നിങ്ങൾക്ക് കിട്ടുന്ന, നിങ്ങൾ ഉദ്ദേശിച്ച ക്യാമ്പസ് കിട്ടുന്നവരെ. പിന്നെ പ്രോപ്പറായിട്ട് അവർ തരുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക. എന്തെങ്കിലും ചെറിയ തെറ്റുണ്ടെങ്കിൽ തന്നെ, മൈന്യൂട്ട് തെറ്റുകൾ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ട്. സോ ബി കെയർഫുൾ. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.